കേതുവും ഈ രാഹുവും എല്ലാം അനുകൂലമാണ്. പിന്നെ ഈ ശനി അനുകൂലമായ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ്. ഗുളികൻ വരെയും അനുകൂലമാകും. അപ്പോൾ അതിൽ ചിലർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്ക്. ശരിയാണ്, നമ്മളൊരു വണ്ടി വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വാഗണർ വാഹനം എടുക്കണം, അല്ലെ ടാറ്റ നെക്സൺ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് അതായിരിക്കും, കാണുന്നത് കംപ്ലീറ്റ്. കാര്യം എന്താ വെച്ചാൽ സബ് കോൺഷ്യസ്, ഈ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യും. ഈ ലോ ഓഫ് അട്രാക്ഷൻ സബ് കോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചു. 11 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് കോശങ്ങൾ മാറുകയാണ്. ഇപ്പൊ 2024 ജന്മനക്ഷത്രത്തിൽ നിന്ന് 2025 ജന്മനക്ഷത്രത്തിൽ നമ്മുടെ കോശങ്ങൾ കംപ്ലീറ്റ് മാറി. 2024 നമ്മളല്ല, 2025 നമ്മളല്ല. മനുഷ്യന് പ്രശ്നങ്ങളുണ്ടാകും. ഇതിനെന്താണ് പ്രതിവിധി? അപ്പൊ ഈ ഗ്രഹത്തിൽ നിന്നുള്ള റേഡിയേഷനോ അല്ലെങ്കിൽ അതിന്റെ വികിരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനമോ, ജന്മനക്ഷത്രമുണ്ട്, മാസത്തിൽ പക്കപ്പിറന്നാളുണ്ട്. പക്കപ്പിറന്നാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും, മനസ്സിലായി. പക്ഷെ കേതു മിറാക്കിൾ മുകളിലോട്ടും ഉണ്ട് താഴോട്ടും ഉണ്ട് കേട്ടോ, ആ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേതു മിറാക്കിൾസ് വരും. ഈ ശനിയുടെ ഇതിൽ കേതു പലരും ഒന്ന് നോക്കിയാൽ മതി. കേതു ഇതൊക്കെ പറയും. ചിലർ പറയും നിങ്ങൾ കല്യാണം കഴിച്ചാണെങ്കിൽ ദാമ്പത്യ ബന്ധം സൂക്ഷിക്കണം, ജോലിയാണെങ്കിൽ കൂടുതൽ ട്രാൻസ്ഫർ ആകും, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് ഇത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കേതുവിന് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ മനുഷ്യർ പറയുന്നത്, ഇപ്പോൾ ഞാൻ അങ്ങയോട് സംസാരിക്കുമ്പോൾ തിരിച്ച് സംസാരം വരുന്നു. ഇപ്പോൾ ഈ ആദിത്യൻ ചന്ദ്രൻ, അതിൽ ആദിത്യൻ ഗ്രഹം പോലും അല്ല, നക്ഷത്രമാണെന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ ഈ നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതെ, കാരണം എല്ലാത്തിന്റെ വൈബ്രേഷൻസ് നമുക്ക് വൈബ്രേഷൻ വരുന്നുണ്ട്. കാര്യം നമ്മൾ LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതാണ് ചന്ദ്രന്റെ ഇത് വെച്ചിട്ട് വേലിയേറ്റവും വേലിയിറക്കവും അറിയുന്നത്. ചന്ദ്രൻ എത്രയോ കിലോമീറ്റർ ദൂരെ അവിടെ പോയി നമ്മുടെ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങി അവിടെ കൊടികുത്തി അവിടെ ഇപ്പോഴും എന്താണ്ടൊക്കെ പോയിട്ട് ഇത് നടക്കുന്നുണ്ട്. എന്നിട്ട് വേലിയേറ്റത്തിൽ ഒരു കുറവും വന്നിട്ടില്ല, മനസ്സിലായി. അപ്പൊ ഈ ഗ്രഹങ്ങൾക്ക് സ്വാധീനിക്കാനായിട്ട് ഗുരുത്വാകർഷണ ബലം നമ്മളെ എല്ലാരെയും ബാധിക്കുന്നുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അപ്പൊ ഇതിനെ ഈ നമ്മൾ പ്രശ്നങ്ങൾ ഇതാവുമ്പോഴത്തേക്കും നമ്മുടെ പണ്ടത്തെ ആൾക്കാർ മനുഷ്യന് പ്രശ്നങ്ങളുണ്ടാകും. ഇതിനെന്താണ് പ്രതിവിധി? അപ്പൊ ഈ ഗ്രഹത്തിൽ നിന്നുള്ള റേഡിയേഷനോ അല്ലെങ്കിൽ അതിന്റെ വികിരണങ്ങളോ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനമോ ഇന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ ഈ നക്ഷത്രം എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് ഇപ്പോൾ കേട്ട നക്ഷത്രമായിരിക്കും. ഈ കേട്ട നക്ഷത്രം നമ്മുടെ ഇപ്പോൾ ഈ ഭൂമിയുടെ ഈ ഭാഗത്തിന്റെ ഏറ്റവും സ്വാധീന മേഖലയിലായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ നക്ഷത്രത്തിന്റെ പ്രാധാന്യം ഗുരു പറയുന്നത്. ഇപ്പൊ നാളെ മൂലം വരുമ്പോഴത്തേക്കും ആ മൂലം നക്ഷത്രം ഈ ഭൂമിയുടെ നമ്മുടെ ഈ ഭാഗത്ത്, അപ്പോൾ ചിലപ്പോൾ അമേരിക്കയിൽ ആ നക്ഷത്രമായിരിക്കില്ല, വേറെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ മൂലം നക്ഷത്രത്തിന്റെ സ്വാധീനത്തിലാണ് ഈ ഭൂമിയുടെ ഭാഗം നിൽക്കുന്നത്. അതുപോലെയാണ് ഈ ജന്മനക്ഷത്രമുണ്ട്, മാസത്തിൽ പക്കപ്പിറന്നാളുണ്ട്. പക്കപ്പിറന്നാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് മകരമാസത്തിൽ കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പക്കപ്പിറന്നാൾ ഇന്നാണ്. കേട്ട നക്ഷത്രത്തിൽ മാത്രം ജനിച്ചവരുടെ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രൻ അവരുടെ ജനന സമയത്ത് ഗ്രഹനിലയിൽ എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെയാണ് ഇപ്പോഴും ചന്ദ്രനുള്ളത്. പക്ഷെ അവർ മകരമാസത്തിലെ കേട്ട നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ ഈ ചന്ദ്രനും ആദിത്യനും അന്ന് ഏത് ഗ്രഹത്താണ് 12, ഈ ഭൂമിനെ 12 അതേ രീതിയിൽ ചന്ദ്രനും ആദിത്യനും നിൽക്കും. ഈ ആദിത്യൻ എന്ന് പറഞ്ഞാൽ ആത്മകാരകനും ചന്ദ്രൻ ദേഹകാരകൻ എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ജന്മനക്ഷത്രത്തിന് ഇത്ര പ്രാധാന്യം വരുന്നത്. അപ്പൊ ഞാൻ ചില ക്ലാസ്സുകൾക്ക് പോയപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 11 മാസം കൊണ്ട് നമ്മുടെ 11 മാസമാണ് അവർ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ പലവിധ കോശങ്ങളുണ്ടല്ലോ. ഈ ഓരോ കോശങ്ങളും ഓരോ സെക്കൻഡുകളിൽ നശിക്കുകയും പുതുതായിട്ട് വരികയാണ്. കംപ്ലീറ്റ് കോശങ്ങൾ നമ്മുടെ ശരീരത്തെ അത് 50 ട്രില്യൺ പറയുന്നുണ്ട്, 70, അത് ഓരോരുത്തർ പ്രായം ഇതൊക്കെ അനുസരിച്ച് മാറും. പക്ഷെ പലരും പറയുമ്പോൾ 11 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് കോശങ്ങൾ മാറുകയാണ്. അപ്പൊ അതാണ് കോശങ്ങൾ നശിച്ചു പുതിയ കോശങ്ങൾ വരും. അപ്പൊ ഒരു ജന്മനക്ഷത്രം കഴിഞ്ഞ് അടുത്ത ജന്മനക്ഷത്രം വരുമ്പോൾ 12 മാസമായി. ഈ 12 മാസത്തിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, കാര്യം നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ചിന്തകളും നമ്മൾ വായിക്കുന്നതും കാണുന്നതും എല്ലാം ഈ കോശങ്ങളെയും ബാധിക്കുന്നുണ്ട്. ശരീരത്തിൽ തലച്ചോറിലെ ന്യൂറോൺസിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പോസിറ്റീവായിട്ട് ഇത് ചെയ്യുമ്പോൾ, അതാണ് ഈ ജന്മനക്ഷത്രങ്ങൾക്ക് പക്കപ്പിറന്നാളുകൾക്ക് പ്രാധാന്യം പണ്ടത്തെ ആൾക്കാർ കൊടുത്തിരുന്നത്. അവർക്ക് ശാസ്ത്രീയമായിട്ട് പറയാനൊന്നും അറിയില്ല. അതിന്റെ ഇപ്പൊ പറയുന്ന ശാസ്ത്ര
തത്വം അവർക്കറിയില്ല. പക്ഷെ അവർ പറഞ്ഞിരുന്ന ജന്മനക്ഷത്രത്തിൻ്റെ അന്ന് അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കണം, എല്ലാ ദിവസവും എല്ലാ ജന്മനക്ഷത്രത്തിനും ക്ഷേത്ര ദർശനം നടത്തണം, പക്കപ്പിറന്നാളിന് നടത്തണമെന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഈ ഓരോ പക്കപ്പിറന്നാളിൻ്റെ സമയത്തും നമ്മൾ ജനിച്ച ആ സൈക്കിൾ വെച്ചിട്ട് നമ്മുടെ കോശങ്ങൾ ഇത്ര ശതമാനം കോശങ്ങൾ മാറുകയാണ്. ഒരു ജന്മനക്ഷത്രത്തിൽ കഴിഞ്ഞ ജന്മം ഇപ്പൊ 2024 ജന്മനക്ഷത്രത്തിൽ നിന്ന് 2025 ജന്മനക്ഷത്രത്തിൽ നമ്മുടെ കോശങ്ങൾ കംപ്ലീറ്റ് മാറി. 2024 നമ്മളല്ല, 2025 25 നമ്മളല്ല. ചിലപ്പോൾ അന്നത്തെ ഷർട്ടും പാൻറ്റും ഒക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത്. പക്ഷേ അതോടൊപ്പം നമ്മുടെ ചിന്താരീതികൾ മാറ്റുക. കാര്യം മനസ്സാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ചിന്താരീതികൾ മാറ്റണമെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. അപ്പം നമുക്ക് ആരും ശരിക്കും ശത്രുക്കളില്ല. നമുക്കെല്ലാവരും എല്ലാ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഞാൻ ഇപ്പോൾ ചിലർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഗ്രഹത്തിനെ മാറ്റാൻ പറ്റുമോ നമുക്ക്? ഇപ്പോൾ ശനി ഇന്ന രാശി നിൽക്കുന്നു, കുംഭൻ രാശി നിൽക്കുന്നു, ശനീനെ പിടിച്ച് നമുക്ക് മാറ്റാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ കാര്യം എന്താണ്, നമ്മൾ ശനീനെ ഇത് ചെയ്തുകൊണ്ട് ശനി ഭഗവാനെ അല്ലെ ശനി ഗ്രഹമേ കൊണ്ട് എനിക്ക് കണ്ടുകൊണ്ട് നമ്മളെ അനുകൂലമാക്കുക. അതാക്കി കഴിഞ്ഞാൽ ഈ കേതുവും ഈ രാഹുവും എല്ലാം അനുകൂലമാകും. പിന്നെ ഈ ശനി അനുകൂലമായ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാകും. ഗുളികം വരെയും അനുകൂലമാകും. അപ്പോൾ അതിൽ ചിലർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശനിക്ക് ഈ ഇന്ന ഗ്രഹം പ്രതികൂലമല്ലേ, മനസ്സിലായി? ചിലർ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പ്രതികൂല ശത്രുഗ്രഹമാണ്, മിത്രഗ്രഹമാണെന്ന് പറയുന്നത്. പക്ഷെ അതിലും എൻ്റെ ഗുരു പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് തൽക്കാല ബന്ധുത്വം, തൽക്കാല ശത്രുത്വം, മനസ്സിലായി? ഈ ഗ്രഹങ്ങൾക്കെല്ലാം സ്ഥിരമായിട്ട് ശത്രുവില്ല, സ്ഥിരമായിട്ട് മിത്രവും ഇല്ല. ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഇവർ തൽക്കാല ബന്ധുവും ശത്രു, അപ്പം എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ തൽക്കാല ബന്ധുക്കളായിട്ട് കാണുക. പക്ഷേ ഈ ശനിയുടെ ഇത് പറഞ്ഞതിന് ശേഷം ചിലർക്ക് ഇത് ആ തോട്ട് പ്രോസസ്സ് ഇവർ മാറ്റിയപ്പോൾ ഇവർക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിന് പോകുമ്പോൾ അവർ പറയുന്നു നമ്മുടെ ചിന്തകൾ എന്താണോ പോകുന്നത് ആ ചിന്തകൾക്കനുസരിച്ച് നമ്മളിലേക്ക് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ പ്രവഹിക്കും. ഇപ്പം നിസ്സാരം നമ്മളൊരു കുട്ടി നമ്മുടെ അടുത്ത് പറയുകയാണ്, കൊച്ചുകുട്ടിയാണെന്ന് വെച്ചാൽ 3-4 വയസ്സുള്ള കുട്ടി പറയുകയാണ് എനിക്ക് റെഡ് കളർ ബനിയൻ വേണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചു. കാര്യം എന്ന് വെച്ചാൽ റെഡ് കളർ ബനിയൻ നമ്മൾ പോണ വഴിക്കുള്ള കടയിലൊന്നും ഇല്ല. പക്ഷേ അവൻ ടൗണിലേക്ക് പോകുമ്പോൾ അവനെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെഡ് കളർ ബനിയനുള്ള അടുത്തെല്ലാം അവൻ്റെ നോട്ടം കൊണ്ടുപോകുന്ന പറയുന്നത്. അത് നമ്മളൊരു വാഹനം വാങ്ങിക്കും. ഞാനൊരു മൈൻഡ് പവർ ക്ലാസ്സിന് പോയപ്പോൾ കിട്ടിയൊരു ഇൻഫർമേഷൻ അവർ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്ക്. ശരിയാണ്, നമ്മളൊരു വണ്ടി വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വാഗണർ വാഹനം എടുക്കണം, അല്ലെ ടാറ്റ നെക്സൺ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് അതായിരിക്കും, കാണുന്നത് കംപ്ലീറ്റ്. കാര്യം എന്താ വെച്ചാൽ സബ് കോൺഷ്യസ് ഈ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യും. ഈ ലോ ഓഫ് അട്രാക്ഷൻ സബ് കോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരും. ചിലപ്പോൾ നമ്മൾ 10,000-ൽ ഒരു സാധനം മാത്രമായിരിക്കും കാണുന്നത്, പക്ഷെ ആ ഒറ്റ എണ്ണത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ ആ സാധനം നിൽക്കും. അത് അങ്ങനെ വരുന്നുണ്ട്. സാർ, 144 വർഷത്തിന് ശേഷമാണ് ഒരു പൂർണ്ണ കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേളയെ പറ്റി ഒരുപാട് കോൺസ്പിറൻസി അല്ലെങ്കിൽ രഹസ്യങ്ങൾ ഉള്ളതായിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഇപ്പം സന്യാസിമാരാണെങ്കിലും ഒരുപാട് മരിച്ചുപോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെ തിരിച്ചു വരും, അവർ ഈ സ്നാനത്തിൽ വന്ന് പങ്കെടുത്ത് പോകും എന്നൊക്കെ ഒരുപാട് കഥകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരാളാണ് ഈ മഹാവതാർ ബാബാജി. അപ്പോൾ ഈ ബാബാജിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ബാബാജിയെ കുറിച്ച് എനിക്ക് കുറേ അധികം അനുഭവങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെറുപ്പകാലം തൊട്ട് ഇങ്ങനത്തെ ഒരു ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് പിക്ചറില്ല. നമ്മുടെ ഗുരുവൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗുരു ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ആ സമയത്ത് ഞാൻ ഈ നിരീശ്വരവാദത്തിൻ്റെ ബുക്ക് വായിക്കും. ശ്രീ A.T. കോവിദ് സാറിൻ്റെ, സണ്ണയുടെ മകർഗ് സാറിൻ്റെ ഒക്കെ ബുക്കുകൾ വായിക്കും. ഒരേ സമയത്ത് പാരലലി വായിക്കും. അപ്പോൾ എനിക്ക് വളരെ ആദർശികമായിട്ട് തോന്നിയത് ഈ അബാക് മീഡിയയിൽ ഡോക്ടർ രാമാനന്ദ് സാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. അദ്ദേഹവും ഇതേ രീതിയിലാണ് പോയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം കുറേ യുക്തിവാദികളുടെ പുസ്തകം വായിച്ചു. കാര്യം നമ്മൾ ജീവിതത്തിലൂടെ ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെ കടന്നു പോകും. അപ്പോൾ എന്നെ ഒരാൾ ശിഷ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു നീ ഇതിനൊന്നും വിശ്വസിക്കുകയില്ല, നിനക്ക് 50 വയസ്സാകുമ്പോൾ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുമെന്ന് അദ്ദേഹം ബ്രഹ്മശ്രീ കൃഷ്ണ എമ്പ്രാന്തിരി തിരുമേനി പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹത്തെ വിശ്വസിക്കാത്തതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് അവിടുത്തെ ഗോപാലൻ ജ്യോത്സ്യർ എന്ന് പറഞ്ഞ പള്ളിപ്പുറം, ചേർത്തല പള്ളിപ്പുറം കോപ്പായിൽ ക്ഷേത്രത്തിനടുത്തൊരു ജ്യോത്സ്യനുണ്ടായിരുന്നു. ഭയങ്കര പണ്ഡിതനാണ്, അദ്ദേഹം ഷർട്ട് എടുക്കല. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ സുഗതൻ ജ്യോത്സ്യർ ഇപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഭയങ്കര പണ്ഡിതനാണ്. ഇദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതൊന്നും വേണ്ട, കുറച്ച് കുന്നിക്കുരു മതി, മനസ്സിലായി.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞ് ഇതൊന്നും ഇത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ ജോലി കിട്ടിപ്പോവും. ഇത് ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ അത് അദ്ദേഹത്തിനോട് പോയി 2-3 മാസത്തിനുള്ളിൽ എനിക്ക് വേറെ പ്രൈവറ്റ് ജോലി കിട്ടി ഞാൻ പോയി. ക്രിയായോഗ അല്ലല്ല, അദ്ദേഹം ജ്യോതിഷമാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ ചെറുപ്പത്തിലെ ചോരത്തിളപ്പിൽ ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഈ 2014 കഴിഞ്ഞപ്പോൾ 2011 ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രൊമോഷനായ കാര്യം പറഞ്ഞു. ഈ പ്രൊമോഷനായപ്പോൾ എനിക്ക് ശനി നല്ല അനുകൂലാവസ്ഥയിലാണ്. ഞാൻ ആ സമയത്താണ് ഭാര്യയുടെ അടുത്ത് എനിക്ക് പ്രൊമോഷൻ ആകുമെന്ന് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പ്രൊമോഷനായി കഴിയുമ്പോൾ നമ്മൾ അത്രയും നാൾ ക്ലർക്കായിട്ട് 10 മണി തൊട്ട് 5 മണി വരെയും ജോലി ചെയ്താൽ മതി, അങ്ങനെ ഇങ്ങനെയുള്ള ഉത്തരവാദിത്വം വന്നു കഴിഞ്ഞു. ഉത്തരവാദിത്തം വന്ന് പലവിധ പ്രശ്നങ്ങൾ വന്ന് ലാസ്റ്റ് തൃശ്ശൂർ വന്നപ്പോൾ പലവിധ മാനസികവും ശാരീരികവുമായ ടെൻഷനുകൾ. അപ്പോൾ ഈ സമയത്ത് ഈ ശ്രീ രജനീകാന്തിൻ്റെ ബാബ എന്നുള്ള സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇതെങ്ങാണ്ടോ എവിടെയോ നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്, ഈ സംഭവം നമ്മളിലുണ്ട്. ഇപ്പോൾ ഞാനും താങ്കളും ഇത് സംസാരിക്കണമെങ്കിൽ നമ്മുടെ പല ജന്മങ്ങളുടെ തുടർച്ചയായിട്ട് അറിവിൻ്റെ തുടർച്ചയാണ് ഇത് സംസാരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ 2016 മെയ് ജൂൺ മാസത്തിലാണ് തൃശ്ശൂർ വരുന്നത്. അപ്പോൾ വൈകിട്ട് ഞാനും വൈഫ് റൗണ്ടിൽ കൂടി പോകും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ റൗണ്ടിൽ കൂടി ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴേ ഞാൻ വെറുതെ വൈഫിനോട് മഹാവതാർ ബാബാജിയൊക്കെ ഇവിടെ വന്ന് കാണുമോ, അപ്പോൾ മഹാവതാർ ബാബാജി ഉണ്ട് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. എങ്ങനെയൊക്കെയോ അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയോ അറിയുക, ഇതൊക്കെ ബുക്കുകളൊന്നും അപ്പോൾ വായിച്ചിട്ടില്ല. പക്ഷെ മഹാവതാർ ബാബാജി ഉണ്ട്. കാര്യം രജനീകാന്തിൻ്റെ ആ സിനിമ ബാബ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വന്നത്. പക്ഷെ അന്ന് യൂട്യൂബ് ഒന്നും ഇത്രയും സജീവമല്ല. പക്ഷെ പല ചർച്ചകളിലും ഞാൻ പല ക്ലാസ്സുകൾ ഈ മൈൻഡ് പവർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സ്പിരിച്വൽ ക്ലാസ്സുകൾക്ക് തൃശ്ശൂർ വെച്ച് പോയി. അപ്പോൾ അതിലെ ചർച്ചകളിൽ ഈ മഹാവതാർ ബാബാജി എന്ന് പറഞ്ഞ ആളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, ഇപ്പോൾ ലഭ്യമായൊരു ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ രൂപം എന്ന് പറയുന്നതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ തൃശ്ശൂർ പടിഞ്ഞാറോട്ട് നോക്കിയാണ് ആ അമ്പലം. അപ്പോൾ ഈ തൃശ്ശൂർ അമ്പലം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കണം. തൃശ്ശൂർ ഈ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കണം നവനാഥ യോഗികളാണ്. അവർ കാശ്മീർ മഹാവതാർ ബാബാജി നാഥസമ്പ്രദായമാണെന്ന് പറയുന്നത്. അവരാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭയങ്കര പവർഫുള്ളാണ്. അത് ഒരു നെയ് കൊണ്ട് മൂടിയിരിക്കുക തൃശ്ശൂരിലെ ശിവൻ.